പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. പെട്രോഫേദിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയുടെ യൂട്യൂബ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ 3-ാം അധ്യായം 3-ാം വാക്യത്തെ സംബന്ധിച്ചാണ്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയാതെ പല പെന്തക്കോസ്ത് പാസ്റ്റർമാരും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മരണശേഷം നമ്മുടെ ആത്മാവ് എവിടെ എന്ന ഹെഡിങ്ങിലാണ് അവർ സംസാരിക്കുന്നത്. വീഡിയോയിൽ സംസാരിക്കുന്നു. മരണശേഷം അവിടെ മരണത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പിൻ, ഭൗമികമായവയെ അല്ല. എന്തെന്നാൽ നിങ്ങൾ മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ മിശിഹായോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥമൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ മരിച്ചിരിക്കുന്നു, നമ്മൾ മരിച്ചുപോയിട്ടോ. പൗലോസ്ലീഹായും കേൾക്കുന്നവരവിടെ യോജിച്ചിരിക്കുകയാണ്. നമ്മൾ മരിച്ചിരിക്കുന്നു, നമ്മുടെ ആത്മാവ് നമ്മുടെ ജീവൻ മിശിഹായോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ മരിച്ചിരിക്കുകയാണ്, ജീവൻ ദൈവത്തോടുകൂടെ മിശിഹായിൽ മറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് അവർക്ക് അറിയില്ല, അവർ പറയുന്നുമില്ല. ജീവനോട്ടിരിക്കുന്ന പൗലോസ്ലീഹായും ഇത് കേൾക്കുന്നവരവിടെ ഉണ്ട്, അവർ മരിച്ചു എന്ന് പറയണം. അവിടെ ആദ്യത്തെ ഉയർപ്പിനെ പറ്റി പറയുന്നത്, ആ പൗലോസ്ലീഹ കേൾക്കുന്നവരൊക്കെ ശരിയായ മാമോദീസ സ്വീകരിച്ചവരാണ്. അവരോടാണ് പൗലോസ്ലീഹ പറയുന്നത്, അല്ലാതെ മാനസാന്തരപ്പെടുവാൻ വന്നിരിക്കുന്ന ആളുകളോടല്ല പറഞ്ഞത്, അല്ലെങ്കിൽ മാമോദീസ മുങ്ങാത്ത ആളുകളോടല്ല പറഞ്ഞത്, മുങ്ങിയവരോടാണ് പറഞ്ഞത്. നിങ്ങൾ മരിച്ചിരിക്കുന്നു, നിങ്ങൾ യേശുവിനോട് മരിച്ചു, അടക്കപ്പെട്ടു, നിങ്ങൾ അവരോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. അതല്ല മാമോദീസ തൊട്ടിൽ സംഭവിക്കുന്നത്. വെള്ളത്തിൽ മുക്കുമ്പോൾ അവരോട് മരിച്ചടക്കപ്പെടുക, വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ അവരോട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പോൾ പാസ്റ്റർമാർക്ക് പറയാം, നമ്മളങ്ങനെയല്ല എന്ന്. പക്ഷേ ശരിയായ കൈവപ്പുള്ള ഒരാളുടെ ശുശ്രൂഷയിലല്ലാതെ പരിശുദ്ധാത്മാവ് ആവസിക്കുകയില്ല. വേദോസിൽ ധാരാളം തെളിവുകളുണ്ടായിരുന്നു. ശബരിയായ ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. അവസാനം പത്രോസ് യോഹന്നാനും ചെന്നാണ് അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാണ് പരിശുദ്ധാത്മാവിനെ കൊടുത്തത്. അങ്ങനെ പലതുണ്ട്, ഞാൻ ഒരു വിശദമായിട്ട് പറയുന്നില്ല. ശരിയായ കൈവപ്പ് കിട്ടാതെ ഞങ്ങളൊക്കെ പാസ്റ്റർമാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാമോദീസ മുക്കിയാൽ യോഹന്നാൻ്റെ മാമോദീസയാകുന്നുള്ളൂ, കർത്താവിൻ്റെ മാമോദീസ ആകുന്നില്ല. യോഹന്നാൻ്റെ മാമോദീസയിൽ അത് മാനസാന്തരത്തിൻ്റെ മാമോദീസയാണ്. അപ്പോൾ ഞങ്ങൾ മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒന്നാമത്തെ ഉയർപ്പാണ്. കർത്താവിനോടുകൂടെ മരിച്ച്, കർത്താവിനോടുകൂടെ അടക്കപ്പെട്ട്, കർത്താവിനോടുകൂടെ മഹത്വത്തോടെ എഴുന്നേൽക്കുകയാണ്. അവിടെ മഹത്വം എന്ന് പറയുമ്പോൾ തേജസ്കരണം അല്ല കേട്ടോ. ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, അവന് ഉയർപ്പിച്ചു. അത് പുനരുദ്ധാനമല്ല, അവർ സാധാരണ ഉയർപ്പായിട്ട് കാണാം. പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ന്യായവിധിക്ക് ശേഷം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി
മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കുമ്പോഴേ അത് പുനരുത്ഥാനമാകുള്ളൂ. ഇവിടെ ആദ്യത്തെ ഉയർപ്പ്, രണ്ടാമത്തെ ഉയർപ്പാണ് കർത്താവിൻ്റെ വരവോടുകൂടി, അത് പുനരുത്ഥാനമാണ്. ശരീരത്തോടും ആത്മാവോടും കൂടെ നാം ന്യായവിധിക്ക് ശേഷം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകും. ഇപ്പം സ്വർഗത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല. ആത്മാവിന് മാത്രം സ്വർഗമില്ല, അത് ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം. നിങ്ങൾ മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ മിശിഹായോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിപ്പുണ്ട്. കാരണം ഈ മാമോദിസ കിട്ടിയവർക്ക് അതിനുള്ള അർഹതകളുണ്ടോ, അത് മനസ്സിലാക്കണം. നമ്മുടെ ജീവനായ മിശിഹായി എപ്പോൾ വെളിപ്പെടുമോ അപ്പോൾ നിങ്ങൾ തന്നോടൊരുമിച്ച് മഹത്വത്തോടെ വെളിപ്പെടും. അവിടെയാണ് തേജസ്കരണം. ഈ കാര്യങ്ങൾ അറിയാതെ കൊണ്ട് തെറ്റായ പ്രസ്താവനകളാണ് മിക്ക പാസ്റ്റർമാരും ഇതിനെ സംബന്ധിച്ച് പറയും. മരിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ മരിച്ചു, നമ്മുടെ ആത്മാവ് ശരീരത്തോടുകൂടെ അല്ലെങ്കിൽ ആത്മാവ് ദൈവത്തോടുകൂടെ യേശുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആളുകളെല്ലാം വിശ്വസിച്ചു പെന്തക്കോസ്ത് സഭയിൽ ചേർന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. പിന്നെ പഠിപ്പിക്കുന്ന നമ്മളെല്ലാവരും കർത്താവിൻ്റെ രണ്ടാമത്തെ പറയിൽ എടുക്കപ്പെടും. സഭയിലുള്ള ആളുകൾ മാത്രമേ എടുക്കപ്പെടുള്ളൂ, മറ്റുള്ളവരൊക്കെ പറയും. അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. എവിടെ 2-3 പ്രാവശ്യം കർത്താവ് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? അത് ദുർവ്യാഖ്യാനങ്ങളാണ്. കർത്താവ് രണ്ടാമത് ഒരു പ്രാവശ്യം മാത്രമേ വരികയുള്ളൂ. ഞാൻ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. രണ്ടാമത് അവർ വരാൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. സഖര്യാവിൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ വരവിൽ ഒരു മല 2 പിളർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. അതെങ്ങനെയാണ്? കർത്താവിൻ്റെ കാൽപാദം അവിടെ തൊടൂല. പിതാവാൻ ദൈവം മാലാഖമാരെ അയച്ച് ഒരു മല 2 പിളർക്കാണ്. അത് വിശദമായിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ശരിയായ അർത്ഥം ഒന്നാമത്തെ ഉയർപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ഇപ്പോൾ മനുഷ്യയോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മാമോദീസ മുങ്ങിയവരോട് മാത്രമാണ്. ശരിയായ മാമോദീസ മുങ്ങിയവരോട് മാത്രമാണ്. അത് മനസ്സിലാക്കാൻ, അത് പറയാൻ വേണ്ടി മാത്രമേ ഞാനിത് പറഞ്ഞത്. ഞങ്ങൾ മിശിഹായുടെ പ്രതിനിധികളാണ് എന്ന് പൗലോസിലെ പറയുന്നുണ്ട്. ആ ജീവൻ്റെ വചനം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങളോട് പറയാൻ. ഞങ്ങൾക്കാണ് അതിൻ്റെ അധികാരം, ഞങ്ങൾക്കാണ് ശരിയായ മാമോദീസക്കാരുടെ അധികാരം എന്ന് പൗലോസിലെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.